ഇപ്പോൾ AICC ആസ്ഥാനത്ത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 11:45 സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കും. ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. പ്രധാനമന്ത്രിയൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരൊക്കെ ഇന്നലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസായ ഹെഡ്ക്വാർട്ടേഴ്സായ AICCയുടെ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചു. വിവിധ തുറകളിൽപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമൊക്കെ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിഗംബോധ് ഘട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ 11:30 മണിയോടുകൂടി ആരംഭിക്കുക. രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് ഇന്ന് രാജ്യം. അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു. ഈ സമയം വരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഒക്കെ പ്രവർത്തകരുമൊക്കെ, കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എല്ലാവരും മുൻ പ്രധാനമന്ത്രിക്ക് ആദരമർപ്പിച്ച് എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ മൃതദേഹം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 11:45 കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ സർക്കാർ പരിപാടികളൊക്കെ മാറ്റിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 10 വർഷം 2004 മുതൽ 2014 വരെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം തികച്ച് വീണ്ടും 5 വർഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ്ഘടന, നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുറന്നു നൽകിയ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തെ ചരിത്രമടയാളപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിൽ വഴിത്തിരിവുകളുടെ കാലത്ത് പ്രധാനമന്ത്രിയായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 90കളിൽ രാജ്യം പ്രത്യേക സാമ്പത്തിക സാഹചര്യത്തിലൂടെ പോകുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്നത്. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അദ്ദേഹം നമുക്കറിയാം, സാമ്പത്തിക മേഖലയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു അദൃശ്യ ബന്ധമുണ്ടല്ലോ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ഇന്ത്യയുടെ ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ എത്തുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അന്ന് സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ഒക്കെ തകർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു മുതലാളിത്ത ചേരി ശക്തിപ്പെടുന്ന സാഹചര്യമായിരുന്നു. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ഉദാരവൽക്കരണത്തിനായി തുറന്നു കൊടുക്കുന്നതാണ് നമുക്കന്ന് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിൽ ഉദാരവൽക്കരണത്തിന് തുറന്നു കൊടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ സാധാരണക്കാരെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി എന്നതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിനുണ്ടായ, അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിനുണ്ടായ ഏറ്റവും വലിയ പാളിച്ചയെന്ന് പറയുന്നത്. അതിൻ്റെ അനുഭവങ്ങൾ ഇന്നും ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരടക്കമുള്ള മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഡോക്ടർ സിംഗ് ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലേക്ക് ആ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ എത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വ്യവസ്ഥ തുറന്നു കൊടുത്താൽ അതുവഴി സമ്പദ്ഘടന ദൃഢപ്പെടുകയും പിന്നീട് ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യാൻ പറ്റും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ അത് പ്രാവർത്തികമല്ലായിരുന്നു എന്ന് ചിന്തിക്കാനോ എന്ന് മനസ്സിലാക്കിയെടുക്കാനോ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർക്ക് സാധിച്ചില്ല. പിന്നീട് അത് ഇന്ത്യയുടെ ഇന്നത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥയ്ക്കും അത് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ വഴിത്തിരിവുകളുടെ കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പലതരത്തിൽ മുന്നോട്ട് നയിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ഡോക്ടർ മൻമോഹൻ സിംഗ് പിന്നീട് 2004 അപ്രതീക്ഷിതമായി ആക്സിഡൻറ്റിലായി പ്രധാനമന്ത്രിയായി വരുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി സിഖ് വിഭാഗത്തിൽ നിന്നുള്ളൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നു. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗ് എപ്പോഴും നെഹ്റു കുടുംബത്തിന് വിധേയനായി എപ്പോഴും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു കൂച്ചുവിലങ്ങ്, അദൃശ്യമായ ഒരു കൂച്ചുവിലങ്ങ് ഉണ്ടായിരുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്ന ഒന്നാം UPA സർക്കാർ ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം, വിവരാവകാശ നിയമം, ദേശീയ ആരോഗ്യ ദൗത്യം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ അന്ന് നടപ്പാക്കി. അതുകൊണ്ട് തന്നെ ഒന്നാം UPA സർക്കാരിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ കാലമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഡോക്ടർ മൻമോഹൻ സിംഗ് ആ ഒരു നേട്ടങ്ങളുടെ ബലത്തിലാണ് രണ്ടാം UPA സർക്കാരിലും പ്രധാനമന്ത്രിയായി വരുന്നത്. പക്ഷേ
ഒരുപാട് അഴിമതി പ്രശ്നങ്ങളും മറ്റും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശോഭ കെടുത്തുന്നത് നമ്മൾ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് കണ്ടു. പക്ഷേ എങ്കിൽ പോലും വ്യക്തിപരമായി കളങ്കരഹിതനായ ഒരു നേതാവെന്ന നിലയിൽ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവെന്ന നിലയിൽ, ഭരണഘടനയ്ക്ക് വില നൽകിയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. സ്വാതി കൂടി ചേരുകയാണ്. സ്വാതി, ഇപ്പോഴിതാ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. നിഗംബോധ് ഘട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണോ ഇനി? അതെ, തീർച്ചയായും മനു. രാവിലെ 8:30യോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും നേരെ വിലാപയാത്രയായി അത് എല്ലാ സൈന്യമൊക്കെയും അതോടൊപ്പം വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അകമ്പടിയോടെ തന്നെ AICC ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. AICC ആസ്ഥാനത്ത് ഏകദേശം 1 മണിക്കൂറോളം ഈ പൊതുദർശനം നടന്നിരുന്നു. ഈ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ നേരെ നിഗംബോധ് ഘട്ടിലേക്ക്, ദില്ലിയിലെ നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്നും തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള വാഹനത്തിലേക്ക് മൃതശരീരം കയറ്റുകയും അതോടൊപ്പം കുടുംബാംഗങ്ങളടക്കം ആ വാഹനത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഇവിടെ നിന്നും ഏതാനും നിമിഷങ്ങൾക്കകം കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉള്ളിലേക്ക്, ഇപ്പോൾ ആ വാഹനത്തിനുള്ളിലേക്ക് കയറിയത്. മകളുണ്ട്. മകളും ഈ വാഹനത്തോടൊപ്പം ആ വാഹനത്തിൽ തന്നെയായിരിക്കും സഞ്ചരിക്കുക. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വാഹനം ഇവിടെ നിന്നും നേരെ നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്നു. പ്രധാന നേതാക്കളൊക്കെ തന്നെയും ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. പ്രത്യേക ക്രമീകരണങ്ങൾ AICC ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നു. ആ ക്രമീകരണങ്ങളൊക്കെയും പൊതുദർശനത്തിന് ഏറ്റവും സജ്ജമാകുന്ന രീതിയിൽ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നേതാക്കൾ എല്ലാവരും ഈ വാഹനത്തിന് പിന്നാലെ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇന്നിവിടെയും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ, അതോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രമുഖരായ പ്രവർത്തകർ, നാനാ തുറകളിലുള്ള നേതാക്കളൊക്കെയും ഇവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ട് അദ്ദേഹത്തിന് വിട നൽകാൻ പോവുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആ പ്രത്യേകം ക്രമീകരിച്ച വാഹനത്തിനുള്ളിലേക്ക് ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് കയറി. ആ വാഹനം ഉടൻ തന്നെ ഇവിടെ നിന്നും തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ നിഗംബോധ് ഘട്ടിലേക്ക്, അവിടെയും സൈന്യത്തിൻ്റെ വലിയ അകമ്പടി അവിടെയുണ്ട്. അവിടെ മാർച്ചടക്കം പുരോഗമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇന്ന് സംസ്കാരം നടക്കുക. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിഗംബോധ് ഘട്ടിലും ഇതിനോടകം തയ്യാറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഈ വാഹനം ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആ വാഹനത്തിന് ഉള്ളിലേക്ക് കയറി. ആ വാഹനത്തിൽ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാം ആ വാഹനത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ വാഹനത്തിന് അകമ്പടിയായി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങൽ വലിയ നഷ്ടമായി തന്നെ ഓരോ നേതാക്കളും കുറിക്കുന്നുണ്ട്. അദ്ദേഹം തീരാ നഷ്ടം എന്ന നിലയിൽ എല്ലാ നേതാക്കളും അദ്ദേഹത്തെ പറ്റി ഓർത്തെടുക്കുന്നു. രാഷ്ട്രത്തിന് നൽകിയ വലിയ സേവനങ്ങൾ, കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. വിനയത്തിൻ്റെ ഔന്നത്യത്തിൽ അദ്ദേഹം എക്കാലവും ഓർമ്മിക്കപ്പെടും എന്നുള്ളത് നേതാക്കളെയും അന്തിമോപചാരം അർപ്പിച്ചെത്തിയ നേതാക്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഏറ്റവും സത്യസന്ധതയോടെയും ലാളിത്യത്തോടെയും നിർവഹിക്കാൻ കഴിഞ്ഞുവെന്ന വിവിധ നേതാക്കൾ ഓർമ്മിക്കുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ മര്യാദകളോടെ വിമർശനങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന, മാതൃകാപരമായി ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമായ തരത്തിലുള്ള രീതിയിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള, ആ വിമർശനങ്ങളെയൊക്കെയും അത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നേതാവ്, എല്ലാ വിവേകത്തോടും കൂടി ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോഴും
അത്തരത്തിൽ ഏത് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാമെന്ന് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ഒരു തന്ത്രജ്ഞന് വിട നൽകുകയാണ് രാജ്യം. സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ, ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഒക്കെയും അദ്ദേഹത്തെ നാട് സ്മരിക്കുകയാണ്. വാക്കിനേക്കാൾ പ്രവൃത്തിക്ക് മുൻതൂക്കം നൽകിയ ഒരു നേതാവ്, രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ സംഭാവനകൾ നൽകി അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഇപ്പോൾ AICC ആസ്ഥാനത്തു നിന്നും, കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്തു നിന്നും അദ്ദേഹത്തിന് വിട നൽകിക്കൊണ്ട് നേരെ നിഗംബോധ് ഘട്ടിലേക്ക് യാത്രയാവുകയാണ്. അല്പസമയത്തിനകം പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ആ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരവുമായി നേരെ നിഗംബോധ് ഘട്ടിലേക്ക് പോകും. അവിടെ സംസ്കാര ചടങ്ങുകൾ ഏകദേശം 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളൊക്കെയും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ വാഹനം മുന്നോട്ടേക്ക് ചലിക്കുകയാണ്. AICC ആസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നിഗംബോധ് ഘട്ടിലേക്ക് യാത്രയാവുകയാണ്. അവസാനമായി അദ്ദേഹത്തിന് വിട നൽകിക്കൊണ്ട് AICC ആസ്ഥാനത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളും മുദ്രാവാക്യം വിളികളോടുകൂടി അദ്ദേഹത്തിന് വിട നൽകിക്കൊണ്ട് വാഹനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഇത് നിഗംബോധ് ഘട്ടിലേക്ക് എത്തും. അവിടെ പൂർണ്ണ ബഹുമതികളൊക്കെയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വിട നൽകുകയാണ് രാജ്യം. നിഗംബോധ് ഘട്ടിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളൊക്കെയും ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അകമ്പടിയായും കാൽനടയായും സഞ്ചരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഇന്നലെ മുതൽ അവർ ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇനി നിഗംബോധ് ഘട്ടിലേക്ക് വാഹനം യാത്രയാകുന്നു. ഏറ്റവും എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിന് നൽകേണ്ട എല്ലാ വിടവാങ്ങലും അല്ലെങ്കിൽ അന്തിമോപചാരമൊക്കെയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് രാജ്യം വിട നൽകുന്നു. എക്കാലത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെയും രാജ്യത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതും, ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷയും ഒക്കെയും ചേർത്തുകൊണ്ടൊരു ബഹുമാനം പുലർത്തിയൊരു നേതാവ് എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ എല്ലാ നേതാക്കളും ഓർത്തെടുക്കുന്നു. നയപരമായും ആശയപരമായുമുള്ള വിയോജിപ്പുകളോട് അദ്ദേഹം അന്തസ്സോടെയും വളരെ മാതൃകാപരമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ വിവിധ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന് നൽകുമ്പോൾ ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ വിട നൽകാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രം. എന്തായാലും ഇപ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനു പിന്നാലെ എസ്കോർട്ട് വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ്. കുടുംബാംഗങ്ങളുണ്ട്. അദ്ദേഹത്തിന് പഞ്ചാബിൽ നിന്നെത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളൊക്കെയും ഈ വാഹനത്തിന് അകമ്പടിയായി തന്നെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ രാഷ്ട്രത്തിന് വലിയ നഷ്ടം തന്നെയാണ് എന്ന് എഴുതി ചേർക്കാതിരിക്കാൻ കഴിയില്ല. വലിയ നഷ്ടം രാജ്യത്തിന് ഉണ്ടാകുന്നു. ഒരു സാമ്പത്തിക വിദഗ്ധനെ നഷ്ടമായതിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് രാഷ്ട്രം. മനു.